എന്താണ് ഒരു ഉഷാറില്ലാത്തത്? അങ്ങനെയൊന്നുമില്ല, അവൾ അലസമായി പറഞ്ഞു. അവളിൽ നിർവികാരത നിറഞ്ഞു നിൽക്കുന്നതായി അവൻ അനുഭവപ്പെട്ടു. നിന്റെ സ്നേഹം മുഴുവൻ അനുഭവിക്കാതെ ഞാൻ മരിച്ചു പോയാലോ ശക്തി? അവനെ ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കിയ പെണ്ണിന്റെ മുഖത്തിന് ഭദ്രകാളിയുടെ ഛായയായിരുന്നു. നീ എന്നെ നോക്കി ഭസ്മമാക്കി കളയുമോ? അവൻ കുസൃതിയോടെ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു. ചൊറിയുന്ന വർത്തമാനം പറഞ്ഞതും പോരാ, മേലു നോവിക്കുന്നോ? ദേഷ്യത്തിൽ തന്നെ അവന്റെ നെഞ്ചിൽ തന്നെ ഒരിടി കൊടുത്തവൾ. എന്റെ ശക്തി, നീ ഇങ്ങനെ പൂവിനെ തലോടുന്നത് പോലെയാണോടി ഇടിക്കുന്നത്? ഇതാണോ നീ വലിയ കളരിയും ഗുസ്തിയും പഠിച്ചിറങ്ങിയിരിക്കുകയാണെന്ന് പറയുന്നത്? വീരൻ അവളെ കളിയാക്കി. അറിഞ്ഞുകൊണ്ട് ഞാനൊന്ന് തന്നാൽ നിങ്ങൾ താങ്ങില്ല ഭദ്രേട്ടാ, വെറുതെ ചൊറിയാൻ നിൽക്കേണ്ട. പിണങ്ങിയോ നീയ്? ശക്തി മുഖം വെട്ടിച്ചു. നിന്നെ എന്നെന്നും കരയിക്കാൻ പാകത്തിനൊരു ഓർമ്മയായി മാറാൻ എനിക്ക് സമ്മതമല്ല പെണ്ണെ. ഇതുവരെ കരഞ്ഞ നിന്നെ ചിരിച്ചു കാണാനാണ് എനിക്കിഷ്ടം. അതോടൊപ്പം ഇപ്പോഴുള്ള ഈ ദേഷ്യവും വാശിയും എനിക്ക് സ്വന്തമായി വേണം. അല്ലാതെ മൂകത നിറഞ്ഞ് നീ ഇങ്ങനെ ഓരോ ചിന്തകളിൽ മുഴുകിയിരിക്കരുത്. ചിലപ്പോൾ നമ്മൾ തമ്മിൽ മിണ്ടാതെയും കാണാതെയും കുറച്ചു കാലങ്ങൾ തള്ളിവിടേണ്ടി വന്നേക്കാം. അപ്പോഴും നമ്മുടെ പ്രണയം കൊണ്ട് നീ പുഞ്ചിരിച്ചു തന്നെ നിൽക്കണം. ഈ മനസ്സിൽ എന്തൊക്കെയോ കയറി കൂടിയിട്ടുണ്ടല്ലോ. എതിരാളി ശക്തനാകുമ്പോൾ അവന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെ വരുമ്പോൾ ഭയമുണ്ടാവില്ലേ? ആ ഭയം അവളെ അവൻ ഉപയോഗിച്ച് തനിക്കെതിരെ നിർത്തുമോ എന്നതാണെന്ന് അവൻ പറഞ്ഞില്ല. എന്തു പറ്റി? അറിയുന്തോറും ദേവനാഥ് ഒരു രാക്ഷസനാണ്. ചോര കണ്ട് അറപ്പു മാറിയവൻ, കൊല്ലും കൊലയും ഒന്നും പുത്തരിയല്ലാത്തവൻ. ഈ നാട്ടിൽ ജീവനും ഞാനുമായി തല്ലുണ്ടാക്കിയ ചരിത്രമുണ്ടെങ്കിലും അതൊന്നും അവനോളം വരില്ല ശക്തി. അവന്റെ ആവശ്യം പാലാഴിയും ജീവനവും നിലംപൊത്തുകയെന്നത് മാത്രമാണ്. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ. നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് അഭിനയിക്കാനും വയ്യ. പക്ഷേ നിഖില, അവളെ കണ്ടെത്താൻ അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. അനുഗ്രഹയുമായുള്ള ചാറ്റിങ് ഞാൻ കണ്ടതിനാണോ ഈ വിശദീകരണം? ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. മൃദുവായ രീതിയിൽ അവർക്കിടയിൽ സംസാരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. താൻ അവളെ വിശ്വസിക്കുന്നത് പോലെ വീരൻ മറുപടി നൽകാറുമുണ്ട്. അവിചാരിതമായി വീരന്റെ ഫോണിൽ ശക്തി നോക്കിയപ്പോൾ കണ്ടതാണ് അതെല്ലാം. താങ്ക്സ്. ഒന്നും ചോദിക്കാതെ ഇങ്ങനെ മനസ്സിലാക്കി നിൽക്കുന്നതിന്. അവൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. ഞാനൊന്നും വായിച്ചിട്ടില്ല ഭദ്രേട്ടാ. അനുവിന്റെ മെസ്സേജ് സ്ക്രീനിൽ തെളിഞ്ഞത് കണ്ടിരുന്നു. ആ ഫോണിന്റെ ലോക്കൊന്നും മാറ്റി നോക്കാൻ തോന്നിയിട്ടില്ല. എനിക്കെന്തോ നിങ്ങളെ എന്നേക്കാൾ വിശ്വാസമാണ്. അന്നും ഇന്നും അതെ. അവന്റെ കൈകൾ അവളിൽ ഒന്നുകൂടി മുറുകി. കഴിഞ്ഞോ? ഇല്ലേ? അവന്റെ സ്വരത്തിൽ നിരാശ തെളിഞ്ഞു. ക്ലിയറായില്ല. അപ്പോൾ പറ്റൂലേ? ശക്തി അതിശയത്തിൽ അവനെ നോക്കി. വല്ലാതെ തലതിരിച്ചിട്ട് കഴുത്തുളുക്കിയെന്ന് പറയരുത്. വല്ലാത്ത ചോദ്യം ചോദിച്ചാൽ നോക്കിപ്പോകും. വല്ലാത്ത ചോദ്യമോ? ഇതൊക്കെ സാധാരണ കാര്യങ്ങളല്ലേ. ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുന്ന പ്രണയം അണപൊട്ടി ഒഴുകാനുള്ള വ്യഗ്രത. ഇത്രയും ദിവസത്തെ ഗ്യാപ്പൊന്നും എനിക്ക് പറ്റില്ല ശക്തി. നിങ്ങൾക്ക് അറപ്പൊന്നുമില്ലേ? ഞാനൊരു ഡോക്ടറാണെന്ന് നീ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് ശക്തി. ഇതേ ഡോക്ടർ എന്നോട് ഇക്കാര്യത്തിൽ അറപ്പ് കാണിച്ചിട്ടുണ്ട്. 10-12 ദിവസം കഴിയാതെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അതും ഞാൻ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടും ഉറപ്പു വരുത്താതെ. മറന്നുപോയോ അതെല്ലാം? അവളുടെ വാക്കുകളിൽ കുറ്റപ്പെടുത്തലിന്റെ ധ്വനിയുണ്ടായിരുന്നു. അല്ലെങ്കിലും ഇതേപോലെ നിരവധി സംഭവങ്ങൾ അവൾക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടി വീരൻ ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ. അതന്നല്ലേ. പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഒരു പരിപാടിക്കും ഞാനന്ന് നിന്നിട്ടില്ല. അത് ബ്രേക്ക് ചെയ്തിട്ടുള്ളതും നിന്നോടായിരുന്നു എന്നത് മറ്റൊരു സത്യം. ശക്തിയുടെ മുഖം ചുവന്നു. നാണം വന്നല്ലോ. സത്യം പറഞ്ഞാൽ അവസാന നിമിഷം മാത്രം അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് തന്നെ മടുപ്പ് തോന്നുമായിരുന്നു. പക്ഷേ സേഫ്റ്റി നോക്കാതെ പറ്റില്ലല്ലോ. അതാണ്. വീരഭദ്രസേനൻ അറിയാതെ അവന്റെ കുഞ്ഞ് ആരുടെയും ഉദരത്തിൽ അബദ്ധത്തിൽ പോലും ജനിക്കാൻ പാടില്ലെന്ന നിഷ്ഠയുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങളോ മാസങ്ങളോ മാത്രം നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങളിൽ ഞാനൊരു ആത്മാർത്ഥതയും കാണിച്ചിട്ടില്ല. അക്കാര്യത്തിൽ നിന്നോട് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് നീ എനിക്ക് ഏതോ ഒരു പെണ്ണ്. ഇന്നങ്ങനെയാണോ? ഞാൻ പ്രണയിക്കുന്ന എൻ്റെ പെണ്ണ്. നിന്നെ കേട്ട്, നിന്നെ കണ്ട്, നിന്നെ രുചിച്ച്, നിന്നെ രസിച്ച് മതി. അവൾ ചുവന്ന മുഖത്തോടെ അവനെ തടയാൻ ശ്രമിച്ചു. എനിക്ക് മതിയായില്ല. ഞാൻ പറയട്ടെ. ഇങ്ങനെ പറയുമ്പോൾ നിന്റെ ഭാവങ്ങൾ എൻ്റെ വികാരങ്ങളുടെ കടിഞ്ഞാൻ പൊട്ടിച്ചെറിയുന്നുണ്ട്. പഴക്കം ചെന്ന വീഞ്ഞു പോലെയാണ് നീ എനിക്ക്. എപ്പോഴും രുചിച്ചുകൊണ്ടിരിക്കാൻ തോന്നിപ്പോകുക. മത്ത് പിടിപ്പിക്കുന്ന രുചി.
ഒരുപാട് രുചിക്കേണ്ട, അങ്ങോട്ട് മാറ്. പിന്നിൽ നിന്ന് പുണർന്നു നിൽക്കുന്നവനെ അവൾ തന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവൻ പിന്നെയും ശക്തിയോടെ അവളിലേക്ക് അമരുകയാണ് ചെയ്തത്. അതിലവളുടെ ഉടൽ വിറപൂണ്ടിരുന്നു. നോവുകൾ സഹിച്ചു തീർത്ത് നിന്നിലേക്ക് ചുരുങ്ങിപ്പോയ നിന്നെ പ്രണയം കൊണ്ട് എന്നിലേക്ക് ചുരുക്കി വെക്കണം എനിക്ക്. അതിന് നീ എപ്പോഴും എനിക്ക് അടുത്തു വേണം. ഇങ്ങനെ അടുത്തു നിൽക്കുമ്പോൾ ഇതേപോലെ പുണരണം, ചുംബിക്കണം. വാക്കുകൾക്കൊപ്പം അവൻ പ്രവൃത്തിയും പകർത്തി വെച്ചു. ഓരോ പുണരലുകളും ചുംബനങ്ങളും വേഴ്ചയിലേക്ക് നയിക്കാതെ പോകുമ്പോൾ ഒരു സ്ത്രീക്കുണ്ടാകുന്ന സന്തോഷവും സംതൃപ്തിയും ആത്മവിശ്വാസവും അവളുടെ പ്രണയത്തെ പാകപ്പെടുത്തും. പ്രത്യേകിച്ചും തന്റെ ശരീരത്തിൽ നിന്ന് അകന്നു മാറാതെ പിന്നെയും പിന്നെയും ഭ്രാന്തോടെ ചേരുന്ന ഒരുവനാകുമ്പോൾ അവനിൽ അക്ഷമ നിറഞ്ഞ രതിചാബല്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അടക്കി അവൻ പകർത്തി വെക്കുന്ന ഇത്തരം പ്രണയ നിമിഷങ്ങൾ അവൾക്ക് സ്വർഗത്തേക്കാൾ സുന്ദരമാണ്. പാറു, അരുൺ വിളിക്കുമ്പോൾ അവൾ ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി. അരുണേട്ടാ. അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ട് ചുറ്റിപ്പിടിച്ചു. ശ്വേത ഇവിടേക്ക് കയറി വരാൻ സാധ്യതയുണ്ട് മോളെ. അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. അഭിനയിച്ചു മടുത്തു ഞാൻ. മിക്കവാറും ഇങ്ങനെ കിടന്നെന്റെ മാനസിക നില തെറ്റിപ്പോകും. അങ്ങനെ തോന്നുമ്പോൾ നമ്മുടെ മകളെക്കുറിച്ച് ഓർക്കണം നീ. കണ്ടെത്തണ്ടേ അവളെ. ദേവനാഥ് അവളെ കൊല്ലാതെ നിർത്തിയിരിക്കുന്നത് അനുവിന്റെ വാക്കിലാകും. നമ്മുടെ മോള് നിന്നെ പോലെയാണ് പാറു. അവൾ വിങ്ങിക്കരഞ്ഞു. ശ്വേതയും ഏട്ടനും തമ്മിലുള്ള വിവാഹ ചർച്ച മുറുകുന്നുണ്ട്. എനിക്കറിയാം. ഞാനത് ഇത്രയും നാൾ ഉഴപ്പി വിട്ടില്ലേ. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ശ്വേത അവളുടെ മനസ്സിലുള്ള ചിന്തകളെ തിരുത്താൻ കഴിയില്ല പാറു. അതങ്ങനെ പോകട്ടെ. നമ്മുടെ പ്ലാനുകൾ ചിലയിടത്ത് ചീറ്റിയത് മൂലം വന്നു ചേർന്ന ഈ പ്രശ്നങ്ങൾ വേഗത്തിൽ അവസാനിപ്പിക്കണം. പെട്ടെന്ന് വാതിലിനരികിൽ ഒരു കാൽപ്പെരുമാറ്റം കേട്ട് അരുൺ അവളിൽ നിന്ന് ഞെട്ടിയകന്നുകൊണ്ട് ചുണ്ടിൽ വിരൽ ചേർത്തു. അവനവിടേക്ക് പോയി നോക്കിയെങ്കിലും ആരെയും കണ്ടിരുന്നില്ല. ആരാണ് ഏട്ടാ? അറിയില്ല. ആരോ. ഞാൻ പോകുക. രാത്രി വരാം. ആർക്കും സംശയത്തിന് ഇട കൊടുക്കേണ്ടല്ലോ. എന്തു വന്നാലും നമ്മൾ ഒന്നാണെന്ന് നിന്റെ മനസ്സിലുണ്ടായാൽ മാത്രം മതി. അവൻ ഓർമ്മപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് ഇറങ്ങി. അവൾ എന്തെങ്കിലും കഴിച്ചു അരുണേ? അവൻ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നേരിതിന്റെ തുമ്പിൽ മുഖം തുടച്ചുകൊണ്ട് ഒരു സ്ത്രീ ചോദിച്ചു. ഇല്ല പച്ചി, നിർബന്ധിക്കേണ്ട. പഴയ രീതികളെല്ലാം മാറി വരുന്നതല്ലേ. എത്ര വർഷങ്ങളായി എന്റെ കുട്ടി കിടന്ന് അനുഭവിക്കുന്നു. ഇനി നന്നായാലും കിടക്കുന്ന കിടപ്പിൽ നിന്ന് അനങ്ങാൻ കഴിയാത്തവന്റെ കൂടെ കഴിയണ്ടേ. ശംഖുവിനെ ഓർക്കുമ്പോൾ തടയാനും വയ്യല്ലോ. ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇനി ആരെ പറഞ്ഞിട്ട് എന്തിനാ? ജീവന്റെ വാശിയും പകയും തീർക്കാൻ നിന്നു കൊടുത്തിട്ട് അവൻ അവൾക്ക് കൊടുത്തതെന്താ? ഇവളുടെ വയറ്റിലൊരു കൊച്ചിനെയും കൊടുത്തിട്ട് അനുവിന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലേ. അതോടെ നമ്മുടെ 2 പെൺകുട്ടികളുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. അവൻ കിടന്നു പോയത് നന്നായി. അവർ അമർഷത്തോടെ മുറുമുറുത്തു. അരുണൊന്ന് മൂളുക മാത്രം ചെയ്തു. നീ പോകുമ്പോൾ അവളെ കൂടി വിളിക്കാൻ പറഞ്ഞിരുന്നു. ആര്? ശ്വേതയോ? അല്ലടാ, നിന്റെ അനിയത്തി. അവളെപ്പോ വന്നു? അവൻ ഞെട്ടലോടെ ചോദിച്ചു. നീ വരുന്നതിന് മുന്നേ അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ദേ വരുന്നു. ശ്വേതയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന ആരാധനയെ കണ്ടവൻ ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു. അപ്പച്ചി, ഞാനും പോകുക. ശരിയടി. അവളും യാത്ര പറഞ്ഞിട്ട് അരുണിന് പിന്നിലേക്ക് കയറി. രണ്ടാൾക്കും പരസ്പരം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നിട്ടും ആ യാത്ര നിശബ്ദമായി തന്നെ മുന്നോട്ട് നീങ്ങി. തന്റെ അനിയത്തിയാകും അവിടേക്ക് വന്നതെന്ന് തോന്നിയിട്ടും അരുൺ ഒരു ചോദ്യത്തിനും മുതിർന്നില്ല. അതേപോലെ സഹോദരനോടുള്ള ഭയത്തിൽ അവളും ഒന്നും ചോദിക്കാൻ നിന്നില്ല. ആരാധന കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് അജിത്ത് അവളുടെ കോളേജിനടുത്തുള്ള പബ്ലിക് ലൈബ്രറിയിലേക്ക് വന്നത്. നീ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? അത് എന്റെ സംശയങ്ങളാണ്. എങ്ങനെ പറയണമെന്നറിയില്ല. പലവട്ടം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. എന്താണ് ആരാധന? അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഇങ്ങനെ നീട്ടിയ ആരാധന എന്ന് വിളിക്കാതെ ആദൂന്ന് വിളിച്ചുകൂടെ? നീ തമാശ കളിക്കാതെ കാര്യം പറയേ. അത് പാറു ചേച്ചിക്ക് യാതൊരു കുഴപ്പവുമില്ല. മാനസിക നില തെറ്റിയതുപോലെ അഭിനയിക്കുന്നതാണ്. എന്താ? സത്യം. ഞാനിപ്പോൾ പലവട്ടം നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ട കാര്യമാണ്. ശ്വേതയന്റെ അടുത്ത സുഹൃത്തും അപ്പച്ചിയുടെ മകളുമാണെങ്കിലും അവൾക്ക് അവളുടെ കാര്യം കാണാൻ എന്തും ചെയ്യുന്നൊരു സ്വഭാവം കൂടിയുണ്ട്. ഏട്ടന് മുമ്പേ പാറു ചേച്ചിയായിരുന്നു ഇഷ്ടം. അതെങ്ങനെ ശ്വേതയിലേക്ക് മാറിയെന്ന് ആദ്യമൊന്നും മനസ്സിലായിരുന്നില്ല. പാറു ചേച്ചിക്ക് ജീവേട്ടനെ ഇഷ്ടമുണ്ടെന്നറിഞ്ഞപ്പോൾ ഏട്ടൻ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണെന്ന് കരുതി. പക്ഷേ യഥാർത്ഥത്തിൽ അവര് പിരിഞ്ഞിട്ടില്ല.
എന്റെ ഏട്ടൻ ഒരേ സമയം ചേച്ചിയും അനിയത്തിയും വഞ്ചിക്കുകയാണ്. നിന്റെ തലയ്ക്ക് ആരെങ്കിലും അടിച്ചോ, വെളിവില്ലാതെ ഓരോന്ന് വിളിച്ചു കൂവാൻ? അജിത്ത് അവളെ പരിഹസിച്ചു. ശ്വേതയുടെ വീട്ടിൽ നിന്ന് ഏട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടു വന്നിട്ടും ആരും കാണാതെ ഞാനിവിടേക്ക് ഓടിപ്പാഞ്ഞു വന്നത് തലക്കടി കിട്ടിയിട്ടല്ല. അന്നത്തെ പ്രശ്നം മുതൽ പുകഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലെയും സത്യങ്ങൾ കണ്ടെത്തണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ്. എന്റെ ചേച്ചിയെയും ഏട്ടനെയും കൂട്ടുകാരിയെയും പാറു ചേച്ചിയെയും നല്ലതുപോലെ എനിക്കറിയാം. പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അജിത്തേട്ടനോട് പറയുന്നത് നിങ്ങളെ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്നുള്ളത് കൊണ്ടുമാണ്. എനിക്കറിയാം അജിത്തേട്ടൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എന്നോട് അടുപ്പം കാണിക്കുന്നതെന്ന്. നീ വെറുതെ പറഞ്ഞ് കാട് കയറാതെ കാര്യത്തിലേക്ക് വാ. പിന്നൊരു കാര്യം, അജിത്ത് ഇതുവരെ ഒരു പെണ്ണിന് മോഹം കൊടുത്തിട്ടില്ല. ഇനി കൊടുത്താൽ കൂടെ കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്കിടെ പ്രേമിക്കുന്നതിന്റെ ആത്മാർത്ഥതയെക്കുറിച്ച് പ്രസംഗിക്കേണ്ട. ഇനി പറയേ, എന്താ കാര്യം? അവൻ വാച്ചിൽ നോക്കി അക്ഷമയോടെ അവളോട് ചോദിച്ചു. ഞാൻ ഇടയ്ക്കൊക്കെ അപ്പച്ചിയുടെ വീട്ടിൽ കിടക്കാറുണ്ട്. പലവട്ടം രാത്രിയിൽ പാറുചേച്ചിയുടെ മുറിയിൽ ആരോ വന്നു പോകുന്നതായി തോന്നിയിട്ടുണ്ട്. മാനസിക നില തെറ്റിയ അവസ്ഥയിലുള്ള ചേച്ചിയെ ആരെങ്കിലും ശാരീരികമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എൻ്റെ ചിന്ത പോയപ്പോൾ മുതൽ ഞാൻ ചേച്ചിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പലപ്പോഴും ചേച്ചിക്ക് യാതൊരു കുഴപ്പവുമില്ലെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ ഒരു രാത്രി ഞാൻ കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച കണ്ടു. കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ആരാധന പറഞ്ഞു നിർത്തി. എന്ത് കാഴ്ച? അജിത്തിന്റെ നെറ്റി ചുളിഞ്ഞു. എൻ്റെ ഏട്ടനെയും പാറു ചേച്ചിയെയും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു. അജിത്തിന്റെ കണ്ണു മിഴിഞ്ഞു. എന്താ? സത്യം. ഇക്കാര്യം കള്ളം പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? ഏട്ടനത്ര നല്ല വ്യക്തിയല്ലെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ചേച്ചിയുടെ അവസ്ഥ ഏട്ടൻ ഉപയോഗിക്കുന്നത് പോലെയാണ് തോന്നിയത്. വെറുപ്പായിരുന്നു എനിക്കന്ന് തോന്നിയത്. കാരണം അതേപോലെയുള്ളൊരു ബന്ധം ഏട്ടന് ശ്വേതയോടും ഉണ്ടായിരുന്നു. പലപ്പോഴും അവർ ഒന്നിച്ചു കഴിഞ്ഞതിനെക്കുറിച്ച് അവൾ നാണത്തോടെ പറഞ്ഞിട്ടുണ്ട്. പല മാസങ്ങളിലും പീരീഡ്സ് വൈകുമ്പോൾ അവൾ ടെൻഷൻ അടിച്ച് പ്രഗ്നൻസി ചെക്ക് ചെയ്യാറുണ്ട്. അതൊന്നും അവൾ കള്ളം കാണിക്കുന്നതല്ലെന്ന് എനിക്കും അറിയാം. ഇതിനെല്ലാം അവൾ തന്നെ മുൻകൈ എടുത്തതാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അവൾക്കും അറിയാം ഏട്ടന് ചേച്ചിയായിരുന്നു ഇഷ്ടമെന്ന്. ഇപ്പോഴും ഏട്ടൻ ആ കരുതൽ പാറു ചേച്ചിയോട് കാണിക്കാറുമുണ്ടല്ലോ. നീ എന്താ പറഞ്ഞു വരുന്നത്? പാറുവും അവളുടെ അനിയത്തി ശ്വേതയും അരുണിനെ സ്നേഹിച്ചിരുന്നു എന്നാണോ? അറിയാവുന്ന കാര്യമാണെങ്കിലും അജിത്ത് എടുത്തു ചോദിച്ചു. പാറു ചേച്ചി ഞാൻ കരുതിയ പോലെ ഒരാളല്ല. ശ്വേതയും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവൾ ഒരു പൊട്ടിയാണ്. ഇതുവരെ സത്യങ്ങൾ മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ അവളെ അത്ര സമർത്ഥമായി പറ്റിക്കുന്നെന്ന് പറയാം. വളച്ചു കെട്ടാതെ കാര്യം പറയാ ആരാധന. അവന് മുഷിച്ചിൽ തോന്നി. ആവശ്യത്തിലേറെ കുരുക്ക് ഇപ്പോഴുമുണ്ട്. അതിന്റെ പിന്നാലെയാണ് അരുണിന്റെ ഭാഗത്തു നിന്ന് മറ്റൊന്ന്. പാറു ചേച്ചിക്ക് ജീവേട്ടനെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ജീവേട്ടൻ പറഞ്ഞിട്ട് പാലാഴിയിലെ വീരേട്ടനുമായി അടുപ്പം പുലർത്തി. ഈ നാട്ടുകാർക്ക് മുഴുവൻ ചേച്ചിയും വീരേട്ടനും തമ്മിൽ പ്രണയമാണെന്ന തോന്നലും ഉണ്ടാക്കിയെടുത്തു. ഇതിനിടയിൽ ശ്വേത കയറിയതുകൊണ്ട് പാറു ചേച്ചി കാണിച്ച കള്ളത്തരം പിടിക്കപ്പെട്ടു. ഇതാണല്ലോ ശരിക്കും അന്ന് നടന്നത്. എനിക്കിപ്പോ ചേച്ചി ജീവേട്ടനുമായി അടുപ്പം പുലർത്തിയതിൽ വരെ സംശയമുണ്ട്. ഇപ്പോൾ അരുണേട്ടൻ ശ്വേതയോട് കാണിക്കുന്ന സ്നേഹം ഒരു ചതിയാണെന്ന് തോന്നുന്നു. ഏട്ടനും പാറു ചേച്ചിയും തമ്മിൽ നമുക്കാർക്കും അറിയാത്ത രഹസ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് ചേച്ചി ജീവേട്ടനുമായി അടുത്തതും ജീവേട്ടൻ പറയുന്നതെല്ലാം അനുസരിച്ചതുമെങ്കിൽ അവരുടെ പ്ലാനിങ് മുഴുവൻ തകർത്ത പേരിൽ ശ്വേതയോട് പ്രതികാരം ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും പാറു ചേച്ചിയുമായി അത്രയും തീവ്രതയുള്ള ബന്ധം പുലർത്തുന്ന ഏട്ടൻ എന്തിന് ശ്വേതയെ പ്രണയിക്കുന്നത് പോലെ പെരുമാറുന്നു? അവരിപ്പോഴും തീവ്രമായി പ്രണയിക്കുന്നെന്ന് നിനക്ക് തോന്നാൻ കാരണം എന്താ? അതിന് പല കാരണങ്ങളുണ്ട്. ചേച്ചിയുടെയും വീരേട്ടന്റെയും പ്രേമം പൊട്ടിച്ചുകൊണ്ട് പാറു ചേച്ചിയുടെ മുഖം മൂടി വലിച്ചു കീറിയതിൽ ശ്വേതയ്ക്കുള്ള പങ്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ. പക്ഷേ അതവൾ ജീവനെ സ്നേഹിക്കുന്നത് കൊണ്ടും അവൻ വീരനെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കാൻ പറഞ്ഞിട്ടുമല്ലേ. രണ്ടുപേരെ അവൾ പ്രേമിച്ചു വഞ്ചിക്കുന്നെന്ന് ശ്വേതയ്ക്ക് തോന്നിയിട്ടല്ലേ. യഥാർത്ഥത്തിൽ പാർവതി ജീവൻ പറഞ്ഞത് അനുസരിച്ചതാണെന്ന് അവൾക്കല്ലേ അറിയൂ. അരുണും ജീവനും തമ്മിൽ മുമ്പ് ഒരമ്മ പെറ്റ മക്കളെ പോലെ ആയിരുന്നല്ലോ. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ എന്തും ചെയ്യുമെന്ന അവസ്ഥ. അപ്പോൾ അരുണും കൂടി പറഞ്ഞിട്ടാവില്ലേ പാറു വീരനെ പ്രേമിക്കുന്നത് പോലെ അഭിനയിച്ചത്? ഈ നാട്ടിലെല്ലാവരും വിശ്വസിച്ചൊരു കള്ളം കൂടി ആയിരുന്നില്ലേ അത്?
അതൊക്കെ ശരിയാണ് അജിത്തേട്ടാ. യഥാർത്ഥത്തിൽ ജീവേട്ടന് അരുണേട്ടനും പാറു ചേച്ചിയും തമ്മിലുള്ള ബന്ധം അറിയുമോന്ന് എനിക്കറിയില്ല. അറിയാൻ സാധ്യതയുണ്ടാവില്ല. അന്ന് പാറു ചേച്ചി ജീവേട്ടന്റെ വാക്ക് കേട്ട് വീരേട്ടനെ പ്രേമിച്ചു ചതിച്ചു. ശ്വേത ഇതെല്ലാം കണ്ടെത്തി. കൂട്ടത്തിൽ എന്റെ ചേച്ചിക്ക് വീരേട്ടനോടുള്ള ഇഷ്ടവും മനസ്സിലാക്കി അവളാണല്ലോ രണ്ട് സൈഡിലുള്ളവരോടും കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതിലൂടെ വീരേട്ടനും അനുചേച്ചിയും സെറ്റായി. ഇങ്ങോട്ട് കിട്ടിയ പണി നൈസായി പുള്ളി അങ്ങോട്ടും കൊടുത്തു. അതായിരുന്നല്ലോ വീരേട്ടന്റെ അഭിനയം. ആരും അറിയാതെ എന്റെ ചേച്ചിയുമായി ഒരു പുതിയ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയില്ലേ? അതിനുശേഷം പാറു ചേച്ചിക്കൊപ്പം വീരേട്ടൻ തനിയെ സമയം ചെലവഴിച്ച സന്ദർഭങ്ങളും കുറവല്ലേ? അതിൽ നിന്നൊക്കെ എന്താ അജിത്തേട്ടന് മനസ്സിലായത്? എനിക്ക് മനസ്സിലായത് അവിടെ നിൽക്കട്ടെ. നീ ഇപ്പൊ നിനക്ക് പറയാനുള്ളത് പറ. തിരക്കിനിടയിൽ ഓടി വന്നതാ ഞാൻ. അവൻ അക്ഷമനായി. ശരി ശരി, ഞാൻ പറയാം. സ്വന്തം ചേച്ചി വൃത്തികെട്ട സ്വഭാവത്തിനുടമയാണെന്ന് സ്ഥാപിക്കാനാണ് അന്ന് ശ്വേത ശ്രമിച്ചത്. അങ്ങനെ ഒരുവളെ ഒരാണും സ്നേഹിക്കില്ലല്ലോ. അരുണേട്ടന്റെ മനസ്സിലെ പാറു ചേച്ചിയുടെ സ്ഥാനം തകർക്കാൻ അതിലൂടെ അവൾ ശ്രമിച്ചു. പണ്ടു മുതലേ ശ്വേതയും അവളുടെ ചേച്ചിയും തമ്മിൽ എന്നും മത്സരമായിരുന്നു. ഞാനും എൻ്റെ ചേച്ചിയും പോലെ ആയിരുന്നില്ല അവരുടെ ബന്ധം. പാറു ചേച്ചിയുടെ കുറ്റം പറഞ്ഞാണ് അവൾ അരുണേട്ടനുമായി അടുത്തത്. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ശ്വേത വിഡ്ഢിയാവുകയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ മിക്കവാറും അപ്പച്ചിയുടെ വീട്ടിലാണ് നിൽക്കാറുള്ളത്. പാറു ചേച്ചിയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ മുതൽ അച്ഛൻ പെങ്ങൾക്കൊരു സഹായത്തിന് അവിടെ നിൽക്കാറുണ്ട്. അങ്ങനെയാണ് ഏട്ടൻ്റെയും ശ്വേതയുടെയും രാത്രിയിലുള്ള ചുറ്റിക്കളി ഞാൻ മനസ്സിലാക്കിയത്. കല്യാണം കഴിക്കാൻ പോകുന്നവരായതിനാൽ ഞാനത് കാര്യമാക്കിയതുമില്ല. പക്ഷേ ഒരിക്കൽ അവിചാരിതമായിട്ടാണ് ഞാൻ എൻ്റെ ഏട്ടനെ പാറു ചേച്ചിയുടെ മുറിയിൽ കണ്ടത്. പതിവായി രാത്രിയിൽ ശ്വേതയെ കാണാൻ വരുന്ന ഏട്ടൻ അതിനുശേഷം പാറു ചേച്ചിയുടെ മുറിയിൽ കയറാറുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ അതെന്തിന്, എങ്ങനെ എന്നൊന്നും അന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ദിവസം മകളെക്കുറിച്ച് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചേച്ചിയെ ഞാൻ ജനലിലൂടെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴും സംശയം അവശേഷിക്കുന്നു. ചേച്ചി പ്രസവിച്ച കുഞ്ഞല്ലേ ശങ്കു? അവൻ ജീവേട്ടന്റെ മകനാണെന്ന് ആർക്കും ഒരു സംശയവുമില്ല. പിന്നെ ഏതു മകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നീ എന്താ പറഞ്ഞത്? അജിത്ത് ഞെട്ടലോടെ ചോദിച്ചു. അത് ശങ്കു അല്ലാതെ ചേച്ചി ഒരു മകൾക്ക് കൂടി ജന്മം നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ ടിൻസ് ആയിരുന്നിരിക്കും. ആ കുഞ്ഞ് ആരുടെ കസ്റ്റഡിയിലാണ്? ഇക്കാര്യങ്ങൾ എൻ്റെ ചേച്ചി അനുഗ്രഹിക്കും അറിയാം. കണ്ടതും കേട്ടതുമായ കാര്യങ്ങളിൽ അവൾ തൻ്റെ ഊഹങ്ങൾ കൂടി ചേർത്തു. ഇന്ന് ഞാൻ അവർ സംസാരിക്കുന്നത് കേട്ടു. അതിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി. പാറു ചേച്ചിക്ക് യാതൊരു കുഴപ്പവുമില്ല. അവർ അഭിനയിക്കുകയാണ്. പിന്നെ ശ്വേത, അവളും ഏട്ടനും തമ്മിലുള്ള ബന്ധം ചേച്ചിയുടെ അറിവോടെയാണോ എന്നും എനിക്കറിയില്ല. പക്ഷേ അവളെ അവർ ചതിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അനുചേച്ചി എന്തിനാണ് ജീവേട്ടന്റെ ഭാര്യയായത്? ശങ്കുവിനെ എന്തിനാണ് പാറു ചേച്ചിയിൽ നിന്ന് അകറ്റി നിർത്തുന്നത്? അതും 1-2 വർഷങ്ങളല്ലല്ലോ. ഇപ്പോഴാണെങ്കിലും ശങ്കുവിനെ അവിടേക്ക് കൊണ്ടുവന്നാൽ അധിക നേരം നിർത്താറുമില്ല. പാറു ചേച്ചി വയലന്റ് ആകും. ചിലപ്പോഴവനെ സ്വന്തം മകനാണെന്ന് മറന്നിട്ട് ഉപദ്രവിക്കാനും നോക്കും. അജിത്ത് ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു. അടുത്ത നിമിഷം അവൻ അവളെ വരിഞ്ഞു മുറുക്കി. താങ്ക് യു സോ മച്ച്. നീ കണ്ടെത്തിയ ഈ വിവരങ്ങൾ ഒരുപാട് വിലപ്പെട്ടതാണ്. കാര്യസാധ്യത്തിനായി ഈ അജിത്ത് ഒരിക്കലും നിന്നെ ഉപയോഗിച്ച് വലിച്ചെറിയില്ല. പക്ഷേ എനിക്ക് കുറച്ചു സമയം വേണം. കാത്തിരിക്കണം നീ. പിന്നെ ഈ കാര്യങ്ങൾ ആരോടും തുറന്നു പറയേണ്ട. ശങ്കു ആര്? നീ പറയുന്ന പാറുവിന്റെ മകൾ എവിടെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തി ഞാൻ വേഗത്തിൽ വരാം. അതുവരെ ആരും ഒന്നും അറിയരുത്. ഇല്ല, അവൾ അവന് വാക്ക് നൽകി. ആരാധനയ്ക്ക് അജിത്തിനെ അത്രയും വിശ്വാസമായിരുന്നു. അവൻ അവളുടെ കവളിൽ തട്ടി യാത്ര പറഞ്ഞുകൊണ്ട് വേഗത്തിൽ പുറത്തേക്ക് പോയി. നീ എന്തിനെ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ജയനാഥൻ ഗൗരവത്തോടെ ജീവനെ നോക്കി ചോദിച്ചു. ആ വാതിലടച്ചു കുറ്റിയിട്ടേക്ക്. ജീവൻ ഭാവഭേദമില്ലാതെ പറഞ്ഞു. സംശയത്തോടെ അയാൾ അത് ചെയ്തു. മരുമകൾ എന്നാൽ മകൾ തന്നെയാണ്. അങ്ങനെയുള്ള മകളോട് ഒരച്ഛന് കാമം തോന്നുന്നത് തെറ്റല്ലേ? അതും മകനിങ്ങനെ കിടക്കുമ്പോൾ. അയാൾ ഞെട്ടലോടെ അവനെ നോക്കി. പോക്കൃത്തരം പറഞ്ഞാൽ കിടന്ന കിടപ്പിലാണെന്ന് നോക്കില്ല ഞാൻ. അയാൾ ദേഷ്യം കൊണ്ട് തിളച്ചു. ജീവൻ ഫോണിൽ റെക്കോർഡ് ചെയ്തു വെച്ച വോയിസ് അയാൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. അനുഗ്രഹി അയാൾ കയറി പിടിച്ചെന്നും കൂടെ കിടക്കാൻ ക്ഷണിച്ചെന്നും അവൾ കരഞ്ഞുകൊണ്ട് പറയുന്ന ശബ്ദരേഖയായിരുന്നു അത്. നീയും നിന്റെ അമ്മയും ഒക്കെ എന്നോട് കാണിക്കുന്ന അകൽച്ചയുടെ കാരണം ഇതായിരുന്നോ? ജയനാഥൻ ചെറ്റയാ, പക്ഷേ സ്വന്തം കുടുംബത്തിൽ കാണിക്കില്ല. ഇല്ലേ? ജീവൻ ഒന്നുകൂടി ഊന്നി ചോദിച്ചു. ഇല്ല. അനുഗ്രഹയുടെ കാര്യം വിട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. അല്ലാതെ ഒന്നും ഈ കുടുംബത്തിൽ ചെയ്തിട്ടില്ലേ?
ജയനാഥന് അവന്റെ ചോദ്യം മനസ്സിലായില്ല. നീ എന്തോ മനസ്സിൽ വെച്ച് ചോദിക്കുന്നത് പോലെ. കിഴക്കേ മലയുടെ അടിവാരത്തിലെ 20 ഏക്കർ മാന്തോപ്പിൽ പണ്ടൊരു സാധു തൂങ്ങി നിന്നിരുന്നു. അതിന് പിന്നിൽ ആരുടെ കൈയാണ്? ജീവാ, അയാൾ വിറയലോടെ വിളിച്ചു. അതെ, ജീവൻ തന്നെയാ. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാനിവിടെ കിടക്കുന്നത്. എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് അച്ഛൻ ഇനിയെങ്കിലും ഓർക്കണം. ഞാൻ ഇന്നിവിടെ കിടക്കാൻ കാരണം വീരന്റെ മതം പൊട്ടിയ ആനയല്ല, നിങ്ങളുടെ രക്തത്തിൽ പിറന്നവനാണ്. ജയനാഥൻ അവനെ പകച്ചു നോക്കി. എന്താ, വിശ്വാസം വരുന്നില്ലേ? ശത്രുവിന്റെ കരുത്ത് തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഞാൻ മൗനം പാലിച്ചതാണ്. എനിക്ക് നീയല്ലാതെ മറ്റൊരു മകനില്ല. അങ്ങനെയെങ്കിൽ അച്ഛന്റെ അതേ രൂപത്തിൽ ഒരുത്തൻ എന്നെ പകയോടെ കൊല്ലാൻ ശ്രമിക്കണമെങ്കിൽ അത് കണ്ട് ഭയന്നോടിയ പാർവതിയെ, അവളുടെ വയറ്റിൽ വളർന്ന ജീവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുവെങ്കിൽ അതിനുള്ള കാരണം എന്താ? DNA ടെസ്റ്റ് നടത്തേണ്ട യാതൊരു കാര്യവുമില്ല അവൻ അച്ഛന്റെ മകനാണെന്ന് പറയാൻ. ഇല്ല, അയാൾ വിശ്വസിക്കാൻ കഴിയാതെ തല വെട്ടിച്ചു. അന്നത്തെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആ അമ്പലപ്പറമ്പിൽ അവനും ഉണ്ടായിരുന്നു അച്ഛാ. അച്ഛന്റെ അതേ പ്രതിരൂപത്തിൽ മുന്നിൽ നിന്നവനെ കണ്ട് ഞാൻ നടുങ്ങിപ്പോയിരുന്നു. ആ നടുക്കം എന്നെ വിട്ടുപോകുന്നതിനു മുന്നേ അവൻ എന്നെ പകയോടെ മർദ്ദിച്ചിരുന്നു. നീ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മോനെ. ആന ചവിട്ടിയെന്നല്ലേ? അയാൾ വിക്കലോടെ ചോദിച്ചു. കേശവൻ എന്നെ വലിച്ചെറിഞ്ഞുവെന്നത് സത്യം തന്നെയാണ്. പക്ഷേ എന്നെ ഇങ്ങനെ കിടത്തിയത് അവനാണ്, ദേവനാഥ്. ദേവനാഥ്. ജയനാഥൻ വിറയലോടെ ഉരുവിട്ടു. ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ലെന്നല്ലേ കേട്ടത്? അതോടെ മറ്റൊന്നും പറയാനുള്ള മനസ്സെനിക്കുണ്ടായിരുന്നില്ല. ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വന്നിട്ടും വലിയ മാറ്റമൊന്നും എനിക്കില്ലായിരുന്നല്ലോ. കൂടെ നിന്നവന്റെ ചതി തിരിച്ചറിഞ്ഞപ്പോൾ മുതലാണ് ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രതികരിക്കണമെന്ന് തോന്നിയത്. ഇതുവരെ ഞാനും ചില അന്വേഷണങ്ങളിലായിരുന്നു. അങ്ങനെ തിരക്കിയപ്പോൾ അച്ഛന്റെ പഴയൊരു കുറ്റിയെ കണ്ടെത്തി, ദേവകി. ഈ ദേവകിക്കും കുഞ്ഞിനും വേണ്ടിയല്ലേ ചെറിയച്ഛൻ അച്ഛനോട് വഴക്കിട്ടത്? അയാളുടെ തൊണ്ടയിലെ വെള്ളം വറ്റി. സംഭവം പുറത്തറിയാതെ ഇരിക്കാൻ എതിർത്ത് നിന്ന സ്വന്തം അനിയനെ കൊന്നു കെട്ടിത്തൂക്കി. എന്നിട്ടോ കല്യാണ പെണ്ണ് ഒളിച്ചോടിയ മാനക്കേടിൽ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർത്തു. അവിടം കൊണ്ട് മുടുങ്ങാത്ത പകയിൽ എന്നെയും വാർത്തെടുത്തു. അയാളുടെ മുഖം കുനിഞ്ഞുപോയി. തുടരും.